ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം 41 നമ്മുടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. എൻ്റെ വീടിൻ്റെ അവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ. അപ്പം ഞാനും വിഷ്ണുട്ടനും ഇശാങ്കുട്ടനും കൂടെ വൈകുന്നേരം ആയപ്പോൾ പോകാൻ ഇറങ്ങിയതാണ്. രാവിലെ പോയേനെ, ഇവൻ അംഗനവാടി പഠിത്തമുണ്ടെന്നും കരുതിയാണ് രാവിലെ പോകാഞ്ഞത്. പക്ഷേ അപ്പോൾ അംഗനവാടിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് അംഗനവാടി പഠിത്തമില്ല, അവിടെ എന്തോ മീറ്റിംഗ് ഒക്കെ ആണെന്ന്. പോകുന്ന വഴി അൻപൊലിയും വിളക്കൊക്കെ ഒരുക്കി വെക്കുന്നതൊക്കെ കണ്ടു. പിന്നെ കാണിക്കുവാൻ ചേട്ടാ അവിടെ ഇന്ന് ഈ പ്രാവശ്യം 18 പടിയൊക്കെ വെച്ചിട്ട് ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാരണം. വീട്ടിൽ വന്ന് ആസ് യൂഷ്വൽ വല്ലതും കഴിക്കുക എന്നുള്ളത് കഴിച്ചിട്ട് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോവുകയാണ്. എല്ലാവരുമായിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പോകുന്ന വഴി എല്ലാവരെയും കാണുമ്പോൾ കൈപൊക്കിയൊക്കെ കാണിച്ച് നല്ല രസമായിട്ടങ്ങ് പോവുകയാണ് കേട്ടോ. പക്ഷേ പണ്ടൊക്കെ ആയിരുന്നൊരു വൈബ് എന്ന് പറയുന്നത്. പണ്ട് ഉത്സവം എന്ന് പറയുമ്പം 10 ദിവസത്തെ ഉത്സവം ഉണ്ട് കേട്ടോ അമ്പലത്തിൽ. ഇപ്പോഴും അമ്പലത്തിൽ 10 ദിവസം ആചാരപരമായ ഉത്സവമുണ്ട്. പക്ഷേ പരിപാടികളൊക്കെ വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. പണ്ട് 7-8 ദിവസങ്ങളിലൊക്കെ പരിപാടികളുണ്ട്. അപ്പോൾ എല്ലാവരും വരും. അപ്പം നല്ല എന്താ പറയണ്ടേ, പഴയ ഒരു വൈബ് വേറെ ആയിരുന്നല്ലേ. സ്കൂൾ അടയ്ക്കുന്ന സമയം അപ്പോൾ അമ്പലത്തിലെ ഉത്സവം, എന്നും രാത്രി പരിപാടി കാണാൻ പോവും, എഴുന്നള്ളത്ത് കാണാൻ പോവും, എഴുന്നള്ളത്ത് കാണാൻ പോകും. അതൊക്കെ ഒരു രസമായിരുന്നു. ഇത് നമ്മുടെ കിഴക്കേക്കര, നമ്മുടെ ഈ ജംഗ്ഷൻ അക്കരയിലുള്ള അമ്പലത്തിലെ മുരുകനാണ്. അപ്പോൾ മുരുകനാണെങ്കിൽ അക്കരയിൽ നിന്ന് വന്നിട്ട് അയ്യപ്പനെ വെയിറ്റ് ചെയ്ത് ഇവിടെ കാണിക്കുക വെച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അയ്യപ്പൻ വരാൻ അവിടെ എങ്ങാണ്ട് അൻപൊലിയൊക്കെ ഉള്ളതുകൊണ്ട് താമസമായിരുന്നു. അപ്പോൾ നമ്മൾ ഈശാങ്കുട്ടൻ അച്ഛനെ വീഡിയോ എടുക്കാൻ പോയി. ഈശാങ്കുട്ടൻ അവിടെ കിടന്ന് അച്ചാന്ന് കോവി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അയ്യപ്പൻ അപ്പോൾ പായിപ്പാട്ടുനിന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടുന്ന് നമ്മുടെ അമ്പലത്തിൽ നിന്നാണ് അയ്യപ്പനെങ്കിലും പായിപ്പാട്ടുനിന്ന് വിയോരത്ത് വരെ ഇങ്ങനെ താലപ്പൊലിയൊക്കെ ആയിട്ടാണ് വരുന്നത് ഇങ്ങോട്ട്, എതിരേപ്പ് പോലെ. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ തമ്മിൽ കണ്ടുമുട്ടിയ സീനാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഒരു ഭക്തി നിർഭരമായ കാഴ്ചയാണില്ലേ. ഈ ഒത്തിരി പേർ കണ്ണന്മാരൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എല്ലാവരെയും വീഡിയോ കോളൊക്കെ വിളിച്ച് കാണിച്ചായിരുന്നു. രാഹുൽ അവരെല്ലാം വെളിയിലാണല്ലോ, അപ്പോൾ അവരെയൊക്കെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചായിരുന്നു. ഈ ഉത്സവ സമയങ്ങളിലാണല്ലേ ഗൾഫിലുള്ളവർക്ക് മനസ്സിലൊരു സങ്കടം വരുന്നത്. ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവം വരുന്നത് ഈ 41-നാണ്. പിന്നെ അമ്പലത്തിൻ്റെ അകത്ത് അൻപൊലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അൻപൊലി കളമൊക്കെ അവർ ഒരുക്കുവാണ്. ഇത് പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് അമ്പലം ഞാൻ കാണിക്കുന്നത്.